ശിവശങ്കർ, നോക്കൂ, BJP എന്ന രാഷ്ട്രീയ പാർട്ടി 80 രൂപം കൊണ്ട് ഇങ്ങോട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ അറിയാം വലിയ തോതിൽ മുടന്തുകയായിരുന്നു. പിന്നീട് BJPക്ക് ജീവശ്വാസം വരുന്നത് യഥാർത്ഥത്തിൽ LK അദ്വാനിയുടെ സോമനാഥ് രഥയാത്ര മുതലാണ്. രാമനാണ് യഥാർത്ഥത്തിൽ BJPയുടെ വലിയ രാഷ്ട്രീയ വിജയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ, ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. രാമക്ഷേത്രം BJPയുടെ കോർ അജണ്ടകളിൽ ഒന്നായിരുന്നു, അത് നടപ്പാകുന്നു. പക്ഷേ നോക്കൂ, 2022, 23, 24 എത്തുമ്പോഴേക്ക് രാമക്ഷേത്രം വന്നു കഴിഞ്ഞു, പല പ്രോമിസുകളും നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുമ്പ് 90കളിൽ അതൊരു ഇമോഷണൽ ഇഷ്യൂ ആയിരുന്നു, ഇനി അങ്ങോട്ട് അതൊരു ഇമോഷണൽ ഇഷ്യൂ ആണോ? More than that, I think I put like this. ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ വിഷയം അല്ല, ഇപ്പോൾ ആയിരുന്നു. അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും മറ്റുള്ള രീതിയിലും മതപരമായും എല്ലാം ഇത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. സുപ്രീം കോടതി വിധി വന്നു, അതിനെ എല്ലാവരും അംഗീകരിക്കുന്നു. അത്തരത്തിൽ ഇനി മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതിനെ ഇനി ഈ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ ചരിത്രമോ ഒന്നും കാര്യമായി കുത്തിപ്പൊക്കിട്ടില്ല. ഞങ്ങളാണത് തുടർന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സംഭവമാണ്, അത് നടന്നു. ഇനി അത് ഇത്തരത്തിൽ ഒരു വിധിയുടെ ഭാഗമായി ഒരു സ്ഥലത്ത് ക്ഷേത്രവും മറ്റു സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു മോസ്കും പണിത് തീർക്കണം. അതാണ് ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടേത്. പക്ഷേ ചരിത്രപരമായി ചില തെറ്റുകൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് ഇത്തരത്തിൽ നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസ് നടപടികൾ ഇത്തരത്തിലുള്ള ഈ രാമജന്മഭൂമി വിഷയത്തിൽ വളരെ ഗുണകരമായി നടപ്പിലാക്കിയെന്ന് അങ്ങ് പറയുമ്പോൾ 1951 മാർച്ച് 3 ഗോപാൽ സിംഗ് വിശാരദ് വേഴ്സസ് സാഹൂർ അഹമ്മദ് അങ്ങ് പറഞ്ഞ സാധനം, ആ വിധിയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 1936 മുതലെങ്കിലും മുസ്ലിങ്ങൾ ഈ സ്ഥലം മോസ്കായി ഉപയോഗിക്കുകയോ അവിടെ പ്രാർത്ഥന നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഹിന്ദുക്കൾ ഈ സ്ഥലത്ത് നിരന്തരം പൂജകൾ നടത്തി വരുന്നുണ്ട് എന്ന് താനും എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ ജഡ്ജിയായ കാര്യം പറഞ്ഞത് 1986 ഫെബ്രുവരി 1 വിധിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ 35 വർഷമായിട്ട് ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് 1951 കവാടം തുറന്നു കൊടുത്തതും ഈ പൂട്ടുകൾ മാറ്റിക്കൊണ്ട് അവർക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുക്കണമെന്നുള്ള ഫൈസാബാദ് കോടതിയുടെ വിധിയുമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തൊഴുതൽ ഫൈസാബാദ് കോടതിയുടെ വിധി മുതൽ ഇത്തരത്തിൽ കോടതിയുടെ വിധിയും അനുകൂലമായിരുന്നു. അതിന് ഗവൺമെന്റ് വളരെ ഫേവർ ആയിട്ടുള്ള നടപടി എടുത്തു എന്നേ ഉള്ളൂ. അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ ജില്ലാ കോടതി വിധികളൊക്കെ പിന്നീട് അപ്രസക്തമാക്കപ്പെട്ടു. നിയമപരമായി തന്നെ ഈ കൃഷ്ണമോഹൻ പാണ്ഡെയുടെ, അതായത് ഈ പൂട്ട് തുറക്കാനുള്ള വിധി അസാധുവാണ്, അത്ഭുതകരമാണെന്നാണ് അലഹാബാദ് ഹൈക്കോടതി പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് 2010 വിധിച്ചത്. പോട്ടെ, ഇതിനൊക്കെ അന്തിമമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ വിധിയുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഉണ്ടല്ലോ, ആ വിധി വളരെ വളരെ സുവ്യക്തമല്ല. ആ വിധിയിൽ എന്താ പറഞ്ഞത്? മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് റോങ് ഫുള്ളി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ 450-year-old മോസ്ക് എന്ന വിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു പാർട്ടീസിന് ഇതിന്റെ കൈവശാവകാശം അനുവദിച്ചിട്ടുള്ളത് എന്ന കാര്യം മറന്നു പോകാൻ പാടില്ല. ഇപ്പോഴും ആ വിധി നമുക്ക് വെബ്സൈറ്റിലുണ്ട്, ആക്സസ് ചെയ്യാം. ആ വിധിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഒരു സമൂഹം 450 വർഷമായി കൈവശം വെച്ചിരുന്ന ഒരു പ്രോപ്പർട്ടി റോങ് ഫുള്ളി, തെറ്റായ നിലയിൽ കൈവശപ്പെടുത്തി, അല്ലെങ്കിൽ തെറ്റായ നിലയിൽ അത് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെ അത് കൈവശപ്പെടുത്തി എന്ന പരാമർശം കൂടി ഈ സുപ്രീം കോടതി വിധിയിൽ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ മറന്നു പോകരുത്. ഞാനത് മറന്നില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് വ്യക്തമായി ഇപ്പുറത്ത് മറ്റൊരു ക്ഷേത്രം കൂടി പണിയണം. പക്ഷേ അതിന് ചരിത്രപരമായ കാര്യവും കൂടി ഉണ്ട്. 11-ാം നൂറ്റാണ്ടിൽ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കോഹിന്നൂർ ജ്വല്ലറിയൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ ഇതിൻ്റെ ചരിത്രപരമായ അവകാശം ആർക്കാണെന്ന് കൂടി ആലോചിക്കേണ്ടതാണ്. പക്ഷേ സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. രാഷ്ട്രീയമായും അതുപോലെ തന്നെ ജനാധിപത്യ മര്യാദയും നല്ലത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുകയും ചെയ്യാം, കൂടുതൽ വിശാലമായ ബെഞ്ചിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതാണ് സമൂഹത്തിനും ഈ രാജ്യത്തിനും നല്ലത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നിരന്തരം ഇത്തരത്തിലുള്ള അനൈക്യത്തിൻ്റെ കഥകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ തകർക്കുകയും രാജ്യത്തെ 2 കമ്മ്യൂണിറ്റിയായി വിഭജിക്കുകയും ചെയ്യുന്നതാണോ ഈ രാജ്യത്തിൻ്റെ വികസനത്തിനും ഈ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും നല്ലത് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ടത്. അവർ നിരന്തരം ഇവിടെ ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുകൂട്ടിയിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ഇത് ആര്യ ദ്രാവിഡവാദം അതാണ് ഇവർ മുന്നോട്ട് വച്ചിരുന്നത്. ഇന്ത്യ ഒരു രാജ്യമേ അല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഹിന്ദു മുസ്ലിം ഒരു 2 രാജ്യമെന്ന് പറഞ്ഞു, അങ്ങനെ വിഭജിക്കാൻ നോക്കി. പിന്നെ ബ്രാഹ്മണൻ ദളിതൻ എന്നുള്ള വിഷയം കൊണ്ടുവന്നു. ആര്യ ദ്രാവിഡം വിഷയം വന്നതിന് ശേഷം ഇപ്പോഴിതാ സൗത്ത് നോർത്ത് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നു. എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഇത്തരത്തിൽ ഇന്ത്യയെ വിഭജിക്കുന്ന, ഇന്ത്യയെ തകർക്കുന്ന
ഒരു രീതിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തത്വശാസ്ത്രത്തിന്റെ ഭാഗമായി നിന്നിരുന്നു. എന്നും BJPയും അല്ലെങ്കിൽ RSSും മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഈ വിദേശ ഒരു ചിന്താ പദ്ധതിയെ, അത് ആര്യദ്രാവിഡവാദമായാലും ഹിന്ദു മുസ്ലിം ഒരു വിശ്വാസക്കുറവായാലും ബ്രാഹ്മണ ദളിത് ഇതായാലും നോർത്ത് ഈസ്റ്റ് സൗത്ത് വ്യക്തിത്വയായാലും ഇതായാലും ഇതിനെയെല്ലാം വ്യക്തമായി എതിർക്കുന്നത് BJP മാത്രമാണ്. അതുകൊണ്ട് രാമക്ഷേത്രം മാത്രമല്ല BJPയുടെ വികസനത്തിനും അതുപോലെ തന്നെ നേട്ടത്തിനും കാരണം. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ ദേശീയതയുടെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഇവൾ വിവേകാനന്ദനെ ഉയർത്തിക്കാട്ടുന്നു, DYFIയുടെ സമ്മേളനത്തിന് വിവേകാനന്ദ ഉയർത്തുന്നു. പക്ഷേ വിവേകാനന്ദ കേന്ദ്ര എന്ന് പറഞ്ഞ് ഏകതാ നിറാടനെ മുന്നോട്ട് വന്നപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് അതിനെ എതിർത്തത്. അപ്പോൾ കാലാകാലങ്ങളിൽ ദേശീയതയെ എതിർക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തത്വത്തിന്റെ ചിന്തയുടെ ഭാഗമാണ്. അത് ജന്മനാ ദോഷമാണ് അവരുടെ, അതവരെ മാറ്റാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് തീർച്ചയായും മുൻഷിയുടേതടക്കമുള്ള ആളുകളുടെ രൂപാന്തരം ഉണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞു. ശരി.